ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ എനിക്ക് ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ ഫ്രിഡ്ജിൽ പോയി പാലൊക്കെ എടുത്ത് എനിക്കിതെല്ലാ ദിവസവും കുടിക്കണമെന്നില്ല കേട്ടോ. വല്ലപ്പോഴും എന്ന് വെച്ചാൽ വല്ലപ്പോഴും തോന്നുന്ന കാര്യമാണ് ഈ ചായയോ കാപ്പിയോ അങ്ങനെ കുടിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ചായ മാറ്റി കാപ്പി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രിഡ്ജൊക്കെ തുറന്നപ്പോൾ പാലിൽ നിന്ന് കുറച്ചെടുത്ത് അത് അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാപ്പിപ്പൊടി എടുക്കാൻ പോയി. അപ്പോഴാണ് എനിക്ക് ഈ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ എനിക്ക് മണത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇത് എത്ര പേർക്കൊക്കെ ഉണ്ട് ഇങ്ങനെ കാപ്പിപ്പൊടി എടുക്കുമ്പോൾ മണക്കണത്. അതേപോലെ പെട്രോൾ, ഡീസൽ, നെയിൽ പോളിഷൊക്കെ എടുക്കുമ്പോൾ മണക്കണത് നല്ലതെന്നല്ലാന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഈ മണത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ ആ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുകയാണ് കേട്ടോ. അടിപൊളി കാപ്പിയായിരുന്നു. എനിക്ക് എന്തിനായാലും മധുരം കൂടുതൽ വേണം, കാപ്പിക്കായാലും ചായക്കായാലും. നല്ല മധുരമൊക്കെ ഇട്ട് കുടിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പാത്രം കഴുകണം. എനിക്കിഷ്ടമില്ലാത്ത ജോലിയാണ് ഈ പാത്രം കഴുകൽ കേട്ടോ. കഴുകിയേ പറ്റൂ. അതന്നെ പാത്രം കഴുകി ഓരോന്നും അതാത് സ്ഥാനത്തൊക്കെ വെക്കേണ്ട. എന്തോരം കഴുകിയാലും അതിൻ്റെ ഇരട്ടിയായിട്ട് പാത്രങ്ങൾ കിടപ്പുണ്ടാവും ബേസിനിൽ. അങ്ങനെ ഓരോന്നൊക്കെ കഴിയാറായിട്ട് ഈ വൈകുന്നേരം ആകുമ്പോൾ ഇത്തിരി കൂടുതലുണ്ടാവും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ. അപ്പോഴാണ് ഈ പാത്രത്തിൽ കുറച്ച് ചോറും കുറച്ച് കറിയൊക്കെ ഇരിക്കണം. അപ്പോൾ പിന്നെ അതും കൂടി തിന്നിട്ട് കഴുകാമെന്ന് വെച്ചിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ട് തിന്നാൻ കേട്ടോ. നിങ്ങൾക്കുണ്ട് ഇങ്ങനെ ശീലം? ഏത് ചട്ടിയായാലും കലക്കായാലും അതിലെന്നെ ഇട്ട് തിന്നണത് എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ ഒരു പാത്രത്തിലൊക്കെ കഴുകണ്ടുള്ളൂ എന്ന് ചോദിച്ചിട്ട് ആ പാത്രത്തിലൊക്കെ ഇട്ട് തിന്ന് കഴിഞ്ഞ് ആ പാത്രവും കഴുകി വെച്ച് പിന്നെ കുറച്ച് വേറെ പാത്രങ്ങളൊക്കെ കഴുകിയതുണ്ട് അത് സ്ഥാനത്തൊക്കെ വെക്കാൻ. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഈ സ്ലാബ് തുടയ്ക്കണം. എനിക്ക് ഈ മെനക്കേടായി കിടക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ തന്നെ ആ സ്ലാബൊക്കെ തുടച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനമില്ല. അങ്ങനെ അതൊക്കെ തുടയ്ക്കണ്ട. ഇനി കുറച്ച് കഴിയുമ്പോൾ കുക്ക് ചെയ്യേണ്ടതാണ്. വന്നാലും നമ്മൾ ചെയ്യേണ്ട സമയത്തൊക്കെ ചെയ്തിങ്ങനെ ശീലിച്ച കാരണം അങ്ങനെ ചെയ്ത് പോവും. ആ റുട്ടീനിൽ അങ്ങനെ പോകട്ടോ. അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി അപ്പോഴാണ് വൈകുന്നേരത്തേക്ക് ഇനി അടുത്ത പരിപാടി. ഇവിടെ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കും. പിന്നെ നമുക്ക് ഡിന്നറിന് കൊള്ളിക്കിഴങ്ങും ചപ്പാത്തി റെഡിയാക്കാം. അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് നോക്കണം. ചപ്പാത്തി ഉണ്ടാക്കണതല്ല, അതിന് എന്ത് കറി ഉണ്ടാക്കുന്നതാണ് ഡൗട്ട്. അപ്പോൾ ഇന്നൊരു കൊള്ളിക്കറിക്കുണ്ടായി. അപ്പോൾ ആ കൊള്ളിക്കറി അപ്പോഴാണ് അതിൻ്റെ ഇടയിൽ മിന്നൻ വന്നത്. അപ്പോൾ ആ മിന്നന് എനിക്ക് നൂഡിൽസിനാൻ പൂതി. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ വേഗം നൂഡിൽസൊക്കെ പോയി വാങ്ങിച്ച് അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ ചപ്പാത്തി അതിൻ്റെ ഇടയിലുണ്ട്, കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അങ്ങനെ ഓരോ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം തിന്നണം. മിന്നന് പോകണതാണേ. അപ്പോൾ അതാണ് ഞങ്ങൾ വേഗം തിന്നത്. അപ്പോഴാണ് ഈ റൂമിൽ അലങ്കോലമായി കുറേ തുണികൾ കിടക്കണം. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി പിന്നെ നേരെ എൻ്റെ ഫേസ് കെയറും ഹെയർ കെയറൊക്കെ കഴിഞ്ഞ് ഇനി അടിച്ചൊക്കെ വരുന്നു കേട്ടോ. അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. എൻ്റെ ഇടയിൽ കുറേ ആൾക്കാരൊക്കെ വന്ന് അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഈവനിങ് റൂട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.